സൈക്കിൾ സവാരി ദിനചര്യയാക്കി വ്യത്യസ്തനായ ഒരു അധ്യാപകന്റെ കഥയാണിനി. കാസർഗോഡ് ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകനായ KN സുനിൽകുമാർ സൈക്കിളിനെ സന്തത സഹചാരിയായി കൂടെ കൂട്ടിയിട്ട് 34 വർഷമായി. രാവിലെ മണിമുഴങ്ങും മുമ്പേ സുനിൽ മാഷിന്റെ സൈക്കിളിന്റെ മണിമുഴക്കം കുട്ടികൾ കേൾക്കും. ഇന്നു വീട്ടിൽ നിന്നും 16 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി സ്കൂളിലെത്തുന്ന മാഷ് ഒരിക്കൽ പോലും വൈകി എത്തിയിട്ടില്ല. എത്ര തിരക്കുള്ള റോഡായാലും റോഡിൽ എത്ര ബ്ലോക്ക് ആയാലും സുനിൽ മാഷ് കൃത്യസമയം ഹാജർ. വർഷങ്ങൾക്ക് മുമ്പ് തൃശൂർ രാമവർമ്മ ഗവൺമെന്റ് ഹിന്ദി ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൽ സൈക്കിളിൽ നിത്യവും പോയി വന്നതു മുതലാണ് സൈക്കിൾ പ്രിയപ്പെട്ട വാഹനമായത്. കുട്ടിക്കാലം മുതലേ സൈക്കിളിനോട് വളരെ പ്രിയമായിരുന്നു. ഒരു SLC വരെ ഒരു സൈക്കിൾ വാങ്ങാനുള്ളൊരു സാമ്പത്തിക ശേഷി എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ വീട്ടുകാർക്ക് അതിന് കഴിയുമായിരുന്നില്ല. SLC കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ അന്ന് വായ്പയായെടുത്ത്, സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണെങ്കിലും വായ്പയായെടുത്ത് വാങ്ങിയത്. പിന്നെ സൈക്കിൾ യാത്ര കൊണ്ട് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ 53 വയസ്സിനിടയിൽ എനിക്ക് ഒരിക്കൽ പോലും രോഗം ബാധിച്ച് ആശുപത്രിയിൽ കിടക്കേണ്ട സ്ഥിതി വന്നിട്ടുണ്ട്. കുട്ടികളോട് എനിക്ക് നിർദ്ദേശമുള്ളത് പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. പ്രകൃതിയുടെ അടുത്തറിഞ്ഞുള്ള ആരോഗ്യകരമായ യാത്ര എന്നാണ് മാഷിന് സൈക്കിൾ സവാരിയെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പരിഹസിച്ച് ചിരിച്ചാലും മാഷിന് നിറഞ്ഞ പുഞ്ചിരി മാത്രം. സൈക്കിൾ യാത്ര നല്ലൊരു വ്യായാമമാണെന്ന് പറയുന്ന മാഷ് 53 വയസ്സിനിടെ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നിട്ടില്ലാത്ത തന്റെ ജീവിതം തന്നെയാണ് അതിന് സാക്ഷ്യപ്പെടുത്തുന്നത്. കൊറോണയുടെ സമയത്ത് സൈക്കിളിന്റെ പ്രാധാന്യം കുറെ പേർ തിരിച്ചറിഞ്ഞതും അവർ യാത്രയ്ക്കായി സൈക്കിളിനെയും കൂടെ കൂട്ടിയതും സുനിൽ മാഷിനെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. സൈക്കിളിൽ ദൂരയാത്രയും ചെയ്തിട്ടുണ്ട്. ഇഷ്ട സാഹിത്യകാരനായ പ്രേംചന്ദിന്റെ നാടായ വാരണാസിയിലേക്ക് സൈക്കിളിൽ യാത്ര ചെയ്യണമെന്നാണ് ഇനിയുള്ള ആഗ്രഹം. അതിനുള്ള ഒരുക്കത്തിലാണ് ഈ ഹിന്ദി അധ്യാപകൻ. ജനം, കാസർഗോഡ്.